രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. BJPയുടെ പ്രതിനിധികളെയും ചർച്ചയിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ പാർട്ടി പ്രതിനിധികളെ ഇനി എമ്പുരാൻ ചർച്ചയ്ക്ക് വിടേണ്ടെന്നാണ് BJP നേതൃത്വത്തിൻ്റെ തീരുമാനം. ശ്രീ ശ്രീജിത്ത് പണിക്കർ, വെട്ടിയൊതുക്കിയ എമ്പുരാൻ തിയേറ്ററിലേക്ക് എത്തും. എന്താണ് ശ്രീജിത്തിന് ഈ 24 വെട്ടേറ്റ എമ്പുരാനെ കുറിച്ച് പറയാനുള്ളത്? ഒരു ഖേദപ്രകടനം പറഞ്ഞിട്ടില്ല ഇന്ന്. പക്ഷെ ആന്റണി പെരുമ്പാവൂർ ഒരു തെറ്റുപറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ തെറ്റ് എന്താണ്? ഞാൻ ചോദിക്കുന്നത്, ഈ നീക്കം ചെയ്തു, ഇപ്പൊ 24 എഡിറ്റിനെ പറ്റി പറയുന്നു. അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അത് 2 മിനിറ്റ് മാത്രമായിക്കോട്ടെ, അരമണിക്കൂർ ആയിക്കോട്ടെ, കാതലായ ചോദ്യം, എന്തിനാണ് നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തിട്ട് സംവിധായകന്റെ സ്വാതന്ത്ര്യം, ക്രിയേറ്റീവ് ഫ്രീഡം ഇതെല്ലാം ഉപയോഗിച്ച് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായ തീരുമാനത്തിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഈ സിനിമകളുടെ എല്ലാം തുടക്കത്തിൽ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ടല്ലോ, ഇതിൽ കാണിച്ചിരിക്കുന്ന കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് എന്ന്. ആ ഡിസ്ക്ലെയിമർ എന്താണ്? ഒരു ലീഗൽ ഡിസ്ക്ലെയിമർ ആണ്. അപ്പൊ നിങ്ങൾക്ക് നിയമപരമായിട്ട് ആ രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. പിന്നെ നിങ്ങളുടെ കൺവിക്ഷനോട് കൂടി നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഭാഗത്തിൽ 24 തവണ കത്രിക വെക്കാനായിട്ട് നിങ്ങൾ സ്വമേധയാ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? സംഘപരിവാർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, എന്തിന് 24 വെട്ട് വെട്ടി? ഒരു ചോരയും പൊടിയാതെ ഈ 24 വെട്ട് അവരെ കൊണ്ട് വെട്ടിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഇല അനങ്ങാതെ ആ മരം മുറിച്ചിടാൻ എങ്ങനെയാണ് ഇന്ത്യയിൽ കഴിയുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിയിറക്കി ഭ്രൂണം കുത്തി നിർത്തി എന്ന് പറയുന്ന വാർത്ത, ആ വാർത്ത കൗസർ ബാനു എന്ന് പറയുന്ന സ്ത്രീയാണ്. അവർ കൊല്ലപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് അങ്ങിപ്പോൾ സിനിമയൊക്കെ കട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ. അങ്ങിപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വെച്ചിട്ട് കൗസർ ബാനു എന്ന് പറയുന്ന പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഗുജറാത്ത് കലാപകാലത്ത് ഗർഭിണിയുടെ നിറവയറ്റിലേക്ക് ശൂലം കുത്തിയിറക്കി ഭ്രൂണം കുത്തി നിർത്തിയതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. സെർച്ച് റിസൾട്ട് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. കാരണം എന്താ? കൗസർ ബാനു ഇല്ലാത്തത് കൊണ്ടല്ല, കൗസർ ബാനുവിന്റെ ചരിത്രം ഈ രാജ്യത്ത് സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടല്ല, മായ്ച്ചു കളഞ്ഞു ശ്രീ വിനു. ഇനിയും ഈ സംഘപരിവാർ ഭരണം ഒരു 10 കൊല്ലം ആവർത്തിക്കപ്പെടില്ല. ഒന്ന്, ഈ സഖാവ് കൃഷ്ണപിള്ള കഴിഞ്ഞ കേൾക്കാമല്ലോ അല്ലേ? സഖാവ് കൃഷ്ണപിള്ള കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയുന്നുണ്ട്, ഈ ചീത്ത നായർ മുതുകത്തടിക്കും, നല്ല നായർ അമ്പലം മണിയടിക്കും. ഒരുപക്ഷെ സഖാവ് കൃഷ്ണപിള്ള ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു, ചീത്ത നായർ മുസ്ലിമിനെ അടിക്കും, നല്ല നായർ മുസ്ലിമിന് വേണ്ടി തിരിച്ചടിക്കുമെന്ന്. അതാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ വളരെ ലളിതമായ ഇതിവൃത്തം. 24 വെട്ടല്ല, 250 വെടിയേറ്റാലും എമ്പുരാൻ ഇല്ലാതാവില്ല. കാര്യം എമ്പുരാൻ ഈ നാടിനെ കാർന്ന് തിന്നുന്ന ഇസ്ലാമോഫോബിയ എന്ന ക്യാൻസറിനെതിരെയുള്ളൊരു സിനിമയാണ്. ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ധൈര്യത്തിനുള്ളൊരു ഓസ്കാർ കൊടുക്കണം. എന്നാൽ അത് പറയുന്നതിനോടൊപ്പം ചില കാര്യങ്ങളിൽ ഒരു ബാലൻസ് കൊണ്ടുവരായിരുന്നു. ഉദാഹരണം, ഈ ഡാം തകർത്ത് 2 ജില്ലകളെ മുക്കിക്കളയെന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറായിപ്പോയി. അതൊന്നും ശരിയല്ല. ശ്രീ കെ സുരേന്ദ്രന് ഉള്ളൊരു പരാമർശം, മണിക്കൂട്ടിനുമായിട്ടുള്ളൊരു ഡയലോഗ്, അല്ലെങ്കിൽ സുരാജ് ഏട്ടൻ മണിക്കൂട്ടിനോട് പറയുന്ന ഒരു ഡയലോഗ്, അത് അവോയ്ഡ് ചെയ്യായിരുന്നു. ഒരു മിഡിൽ ഗ്രൗണ്ട് ഈ രാജ്യത്തിന് ആവശ്യമല്ലേ? ഒരു മധ്യമാർഗം ആവശ്യമല്ലേ? എമ്പുരാന്റെ എല്ലാ നല്ല ഗുണങ്ങളും ഹൈലൈറ്റ് ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാവുന്നു എന്ന് പറയുന്നത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടൊരു കാര്യമല്ലേ? അവിടെയാണ് മോഹൻലാൽ സാർ ഒരു സമവായം എടുത്തു. മോഹൻലാലിനെ ഒന്നും ആരും പേടിപ്പിക്കാൻ പോകുന്നില്ല. മോഹൻലാൽ സാർ ആകട്ടെ, ഗോകുലം ഗോപാലൻ സാർ ആകട്ടെ, സമൂഹത്തിൽ നിന്ന് ഫീഡ്ബാക്ക് വന്നപ്പോൾ നമ്മുടെ സംഘപരിവാർ സഹോദരങ്ങൾക്കും RSS BJP സഹോദരങ്ങൾക്കും വിഷമം തോന്നുന്നു ഉണ്ടെങ്കിൽ അവരുടെ വികാരം കൂടെ കണക്കിലെടുക്കാമെന്ന് വിചാരിച്ചു. അതിലെന്താ തെറ്റ്? യഥാർത്ഥത്തിൽ ശ്രീ മോഹൻലാൽ ഒരു മിഡിൽ ഗ്രൗണ്ട്, ബാലൻസ്, സമവായത്തിലേക്ക് എത്തുകയും, ഓർക്കുക, മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല. ഈ ചർച്ചയിൽ 4 തവണ മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു. മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല. മോഹൻലാൽ ഖേദ പ്രകടനം നടത്തി. അപ്പോളജി വേറെ, റിഗ്രറ്റ് വേറെ. മോഹൻലാൽ ആരോടും മാപ്പ് പറഞ്ഞില്ല. പരിശോധിക്കേണ്ട കാര്യമാണ്. കാര്യം ശ്രീ വിനുവിനെ ചൂണ്ടിക്കാണുക. BJP മെമ്പറാണ് ശ്രീ ഭരത് ഗോപി. ഭരത് ഗോപിയുടെ മകനായ മുരളി ഗോപി BJP വിരുദ്ധനാണ്. മല്ലികാ സുകുമാരൻ ചേച്ചി, അല്ലെങ്കിൽ മല്ലികാ സുകുമാരൻ ജി കഴിഞ്ഞ ഇലക്ഷനിൽ മോദിജിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ആളാണ്. നരേന്ദ്രമോദി പറയുന്ന 4-5 പേര് കേരളത്തിൽ വന്നാലേ കേരളത്തിന് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്നാൽ അതേ മല്ലിക ചേച്ചിയുടെ മകനായ പൃഥ്വിരാജ്, അത് അവരുടെ അപ്പോഴത്തെ ബോധ്യമായിരിക്കും. ഇപ്പോഴവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ പറയല്ലേ? നടന്ന ആക്രമണം നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ സ്വയം അപമാനിക്കപ്പെടുകയാണ്
അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയൊന്നും കാരണം ഒരു സിനിമ ഇങ്ങനെ വെട്ടി തുണ്ടവാക്കി പ്രദർശിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ. അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? ഇതിനെതിരെ ഈ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയുടെ എന്നെ ഒരു വരി തീർക്കാൻ അനുവദിക്കണം. ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ് ഗോദ്രയും ഗുജറാത്തും, കാശ്മീരി പണ്ഡിറ്റ് വിഷയവും ബാബറി മസ്ജിദ് വിഷയവും. ആ വിഷയം വരുമ്പോൾ ഒരു ബാലൻസും സമവായവും വേണം. ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ മോദിജി പ്രധാനമന്ത്രി അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇത് നടന്നത് എന്ന് കാണിച്ചിരുന്നെങ്കിൽ വളരെ പോസിറ്റീവ് ആയിരുന്നു. കാര്യം കോടതികളടക്കം നരേന്ദ്രമോദി കുറ്റവാളിയല്ല. രാഹുൽ ഈശ്വർ അല്ലല്ലോ സിനിമ എടുക്കുന്നത്. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം എന്നല്ല ഞാൻ പറഞ്ഞത്. ശ്രീ ഫക്രുദ്ദീൻ, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ ചർച്ച കാണാൻ അതെന്തായാലും ആർക്കൈവ് ചെയ്യപ്പെടുന്ന ചർച്ചയാണല്ലോ. ആ ചർച്ചയിൽ എന്റെ അല്ല, അതെനിക്കറിയില്ല, എനിക്കറിയില്ല, അതെനിക്കറിയില്ല. അല്ല, എനിക്കില്ല. ചിലപ്പോൾ ശ്രീധനുണ്ടോ, അതാണ് ഈ പറയുന്നത്. എനിക്കില്ല. ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ പൃഥ്വിരാജ് നല്ല ഒന്നാന്തരം ഉശിരുള്ള ആൺകുട്ടിയാണ് എന്നതുകൊണ്ടും അദ്ദേഹം അഭിപ്രായം പറയണമെന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പൃഥ്വിരാജ് മറ്റുള്ള പല വിഷയങ്ങളിലും സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലായിക്കോട്ടെ, താനുമായി നേരിട്ട് ബന്ധമില്ലാത്ത പല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്നതിന് അദ്ദേഹം കാണിക്കുന്ന സ്പീഡ് പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഉണ്ടാകുന്നില്ല. വാര്യം കുന്നൻ വിഷയമുണ്ടായപ്പോൾ വളരെ ലേറ്റായിട്ട് പ്രതികരണം ഉണ്ടായി. അതേപോലെ തന്നെ നേരത്തെ കടുവ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ വളരെ ലേറ്റായിട്ട് പ്രതികരണം ഉണ്ടായി. അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ അവിടെ മാനഭംഗത്തിന് ഇരയായി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം ഉണ്ടായപ്പോൾ എത്ര നാൾ ഇവിടെ മാധ്യമങ്ങളിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് ശ്രീ പൃഥ്വിരാജ് പ്രതികരിച്ചത്. ഇപ്പൊ ഞാൻ അയ്യോ എന്നോട് ക്രൂരത കാണിക്കരുത് അച്ചോ, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ബിൽക്കിസ് ബാനുവിനുണ്ടായ സംഭവം ഏറ്റവും ക്രൂരമായ അനുഭവം, ആ അനുഭവത്തെ ഏത് അവസ്ഥ വെച്ചിട്ട് ബാലൻസ് ചെയ്യണം എന്നാണ് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത്? മാത്രമല്ല, ഇത് ഒന്നാമത്തെ വിഷയം, ഇത് ഡോക്യുമെൻ്ററി അല്ല, ഇതൊരു സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് ഒരു ക്രിയേറ്റീവ് ഹെഡിന് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലൂടെ സിനിമയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള നാടല്ലേ ഈ നാട്. എന്ന് ആ സംവിധായകൻ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. TP51 എന്ന് പറയുന്നൊരു സിനിമ, ആ സിനിമ ഇറക്കിയതിൻ്റെ ചലച്ചിത്രത്തിലെ മുഖ്യ പിന്നണി പ്രവർത്തകൻ, അയാളുടെ വീട് കണ്ണൂരാണ്. അയാൾക്ക് രാത്രിക്ക് രാമാനം നാട് വിട്ടു പോകേണ്ടി വന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇതേ സിനിമയുടെ റൈറ്ററായ നമ്മുടെ മുരളി ഗോപിയുടെ ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കെതിരായിട്ടുണ്ടായിട്ടുള്ള അസഹിഷ്ണുത നമുക്കറിയാം. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ഇവർക്ക് RSSനെ ഈ വിഷയത്തിനകത്ത് പ്രതിരോധിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം, ഇവർ ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇവർക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടി തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യമാണ്. നാളെ ചർച്ച നടത്തുന്ന ചർച്ച നടത്തുന്ന അങ്ങയുടെ അവസ്ഥ എന്തായിരിക്കും? ചർച്ചയിൽ അങ്ങനെ ഒരു സിനിമ നന്നായി അങ്ങേക്ക് ബോധ്യമുണ്ട്, അത് എനിക്കറിയാം. സിനിമ ഇറങ്ങുമ്പോൾ അത് ഗുജറാത്തിൽ കാണിച്ചേയില്ല. ഇതുപോലെയാണ്, ആരും നിരോധിച്ചില്ല, സർക്കാർ ഉത്തരവിറക്കിയില്ല, സെൻസർ ബോർഡ് തിരിച്ചു വിളിച്ചില്ല. പക്ഷേ തിയേറ്റർ ഉടമകൾ തീരുമാനിച്ചു, ഞങ്ങൾ കാണിക്കില്ല, ആ സിനിമ കണ്ടില്ല. ഇതുപോലെ തന്നെയാണ് ഈ ഫിറാഖ് എന്ന് പറയുന്ന 2008 നന്ദിതാദാസ് പുറത്തിറക്കിയ സിനിമ. ഈ സിനിമയും ഗുജറാത്തിൽ കാണിച്ചില്ല. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഈ സിനിമയ്ക്കകത്തൊരു പരാമർശമുണ്ട്, അതായത് സുരേന്ദ്രൻ്റെതായിട്ടുള്ളൊരു പരാമർശമുണ്ട്. 35 സീറ്റുമായി ഞങ്ങൾ കേരളം ഭരിക്കാൻ വരുമെന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. അത് ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. സത്യത്തിൽ 35 ഞാനൊന്ന് പറഞ്ഞോളൂ. അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൽ എങ്ങനെയാണ് RSS പെരുമാറുന്നത്, RSS പെനിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ശ്രീ രാഹുൽ ഈശ്വർ. അതായത് ഗുജറാത്തിലാണെങ്കിൽ ഇവർ പ്രത്യക്ഷത്തിൽ തന്നെ പറയും. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചോര തന്നെ പൊടിയിക്കും, കത്തി തന്നെ കുത്തിയിറക്കും, ഭ്രൂണത്തിൽ കുത്തി നിർത്തും. അത് ഗുജറാത്ത്, അതവിടെ ഓടുമെന്ന് അവർക്കൊരു തോന്നലുണ്ട്. കേരളത്തിലാകുമ്പോൾ അത് കഴിയില്ല. അപ്പോൾ ഗുജറാത്തിൽ ആര് മതി? അർണബ് ഗോസ്വാമി മതി. കേരളത്തിൽ ആര് പറ്റില്ല? അർണബ് ഗോസ്വാമി പറ്റില്ല. കാരണം കേരളം ഒറ്റയടിക്ക് തന്നെ ചവിട്ടി വെള്ളിക്കളയും. അപ്പോൾ കേരളത്തിലേക്ക് സ്ലോ പോയിസൺ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കൂട്ട് ചെറുതായി ഇങ്ങനെ രഹസ്യമായി ഇങ്ങനെ പറയുമ്പോൾ തോന്നും എന്തോ ഈ രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വക്താവും അവരുടെ പ്രവാചകനുമാണ് ശ്രീ രാഹുൽ ഈശ്വർ എന്ന ഒരു തോന്നൽ ചില നിഷ്കളങ്കർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് വളരെ ഭംഗിയായി അർണബ് ഗോസ്വാമി വളരെ ഹാർഷായി
വളരെ വേഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയതയെ വളരെ സോഫ്റ്റായി ആ വളരെ തന്മയത്വത്തോടു കൂടി മാനിപ്പുലേറ്റീവായിട്ട് പറയുന്ന ഒരു വേർഷനാണ് ശ്രീ രാഹുൽ ഈശ്വർ. ഇത് ഉള്ളൂ. ഫക്രുദ്ദീന്റെ സമയം എടുക്കുന്നില്ല. മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണെന്ന് മറന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങളാണിത്. ശശി തരൂർ സാറിനോട് ചോദിച്ചാൽ മതി. ഫക്രുദ്ദീൻ പറഞ്ഞോട്ടെ. ആ നേരത്തെ കാര്യമില്ല. ഉത്തരവാദിത്ത ബോധം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ, റിഗ്രറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ അല്ല, എത്ര വലിയ അസംബന്ധവും ചരിത്രവിരുദ്ധതയും അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ് മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നു. എത്ര വലിയ ചരിത്ര നിന്ദയാണ് ശ്രീ രാഹുൽ ഈശ്വർ ഈ പറയുന്നത്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നു അത്രേ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു ഞാൻ ഒറ്റ കാര്യം പറയാം. അദ്ദേഹം ഒരു ഹിന്ദു മതവിശ്വാസിയായിരുന്നു. ആ ഹിന്ദു മതവിശ്വാസി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വെല്ലുവിളിയാണെന്ന് തോന്നിയിട്ട് RSS അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. RSSന്റെ എത്രമാത്രം മുസ്ലിങ്ങളും എത്രമാത്രം ക്രിസ്ത്യാനികളും ശത്രുക്കളാണോ അത്രമാത്രം തന്നെ നല്ല അവബോധമുള്ള ഹിന്ദു മതവിശ്വാസികൾ RSSന്റെ എല്ലാ കാലത്തെ ശത്രുക്കളായതുകൊണ്ട് തന്നെയാണ് ശ്രീ മഹാത്മാഗാന്ധി RSSകാരനായ നാത്തൂറാം രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ 3 കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ